കോട്ടയത്തെ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ ഇനി മുതൽ അതിവേഗമെത്താം. നവീകരിച്ച കാഞ്ഞിരം മലരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു. ടൂറിസം രംഗത്ത് മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന സർക്കാർ നിലപാടാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാഞ്ഞിരം പാലം മുതൽ മലരിക്കൽ വരെയുള്ള 1.4 കിലോമീറ്റർ നീളമുള്ള റോഡാണ് നബാർഡ് ഫണ്ടിൽ നിന്നും 5 കോടി രൂപ ചെലവിട്ട് BM&BC നിലവാരത്തിൽ ആധുനിക രീതിയിൽ നവീകരിച്ചത്. ഇതോടെ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ സഞ്ചാരികൾക്ക് തടസ്സമില്ലാതെ എത്താം. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. മലരിക്കലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. അത്തരം പ്രശ്നങ്ങളെല്ലാം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തിയ വികസന ശില്പശാലയിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കെല്ലാം വരാൻ കഴിഞ്ഞിരിക്കും. അതിലിനി അവശേഷിക്കുന്ന ഒരു പ്രശ്നം ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുവാർപ്പ് ക്ഷേത്ര പരിസരത്തു നിന്നും കുമരവുമായി ബന്ധിപ്പിക്കുന്ന റോഡിന് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വലിയ രൂപത്തിൽ നമ്മൾ വിഭാവനം ചെയ്ത് അതിൻ്റെ തുക വെച്ചിരിക്കുന്നത് ആ റോഡിനാണ് എന്ന ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിക്കട്ടെ. ഗ്രാമീണ ടൂറിസത്തിന്റെ സാധ്യതകൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി VN വാസവൻ സർക്കാരിന് സമർപ്പിച്ച പദ്ധതിയെ തുടർന്നാണ് നബാർഡ് വഴി റോഡ് വികസനത്തിന് പണം അനുവദിച്ചത്. മലരിക്കൽ ആമ്പൽ ഫെസ്റ്റ് നടക്കുന്ന സമയങ്ങളിൽ റോഡിന്റെ വീതി കുറവ് വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. റോഡ് നവീകരണത്തോടെ ഈ പ്രതിസന്ധിക്കാണ് പരിഹാരമായിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.